വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യ സർക്കാരുകൾ മുട്ടുമടക്കുന്നതാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെയാണ് CJP ദേശീയ തലത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സന്ധിയില്ലാ സമരം നടത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചോടിച്ചത്. അതിന്റെ അനുരണനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നാലെ കണ്ടു. അയൽ സംസ്ഥാനങ്ങളായ ബീഹാറിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. അതാത് സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകളും അതിന് പിന്നിലെ സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടും ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥി കൂട്ടം പ്രതിഷേധമുയർത്തിയത്. ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാരും സമരച്ചൂടിന് മുന്നിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ജാർഖണ്ഡിൽ സമരക്കാർ ഉന്നയിച്ചത്? സംസ്ഥാനത്തെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടായിരുന്നു ഒന്നാമത്തെ വിഷയം. ലക്നൗ ആസ്ഥാനമായുള്ള TDPL കമ്പനിക്കായിരുന്നു പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല. അവർ നടത്തിയ പരീക്ഷകളിലെല്ലാം ക്രമക്കേട് നടന്നു എന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഏപ്രിൽ 19 നടന്ന ജാർഖണ്ഡ് സിവിൽ സർവീസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിലും ക്രമക്കേട് വ്യക്തമായതോടെയാണ് വിദ്യാർത്ഥികൾ പാർട്ടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സമരവുമായി ഇറങ്ങിയത്. ഈ പരീക്ഷകളെല്ലാം റദ്ദാക്കണമെന്നും പരീക്ഷാ നടത്തിപ്പിന് സുതാര്യമായ സംവിധാനം ഒരുക്കണമെന്നതുമായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. കഴിഞ്ഞയാഴ്ച സമരത്തിന്റെ 16ാം ദിനത്തിലാണ് 3 PSC അംഗങ്ങളും രാജിവെച്ചോടിയത്. അത് സമരത്തിന്റെ ആദ്യഘട്ട വിജയമായിരുന്നു. എന്നാൽ ക്രമക്കേട് നടന്ന പരീക്ഷകളെല്ലാം റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും RJD നേതാവ് തേജസ്വി യാദവിന്റെയും ഉൾപ്പെടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ച് സമരം ആളിക്കത്തിക്കാനും വിദ്യാർത്ഥികൾ ഒരുങ്ങി. ഈ മാസം 20-ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനും നിശ്ചയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗം സുപ്രധാന തീരുമാനങ്ങളെടുത്ത് സമരം തീർക്കാൻ വഴിയൊരുക്കിയത് എന്ന് കാണണം. TDPL കമ്പനിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടന്ന എല്ലാ പരീക്ഷകളും റദ്ദാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ സമരക്കാരോട് അറിയിച്ചിരിക്കുന്നത്. അതായത്, അവർ പ്രസിദ്ധീകരിച്ച ഫലങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നിയമനങ്ങളുമെല്ലാം അസാധുവാക്കിയിരിക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളും റദ്ദാക്കി. 2014 മുതലുള്ള റിക്രൂട്ട്മെന്റ് ക്രമക്കേടുകളിൽ സമഗ്ര അന്വേഷണത്തിനും സർക്കാർ ഒടുവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സമ്പൂർണ്ണ വിജയമാണ് സമരത്തിന്റെ 24ാം ദിനത്തിൽ വിദ്യാർത്ഥികൾ നേടിയെടുത്തിരിക്കുന്നത്. CJP സമര വിജയത്തിന് തുല്യമായി തന്നെ ഇതിനെ കാണാം. ഈ സമരം ഒത്തുതീർന്നതിൽ കോൺഗ്രസിനും ആശ്വസിക്കാൻ ഏറെയുണ്ട്. ഒരുപക്ഷെ ഈ സമരത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലായ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയാം. കാരണം ജാർഖണ്ഡിൽ കോൺഗ്രസും JMM-ഉം RJD-യും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയാണ് ഭരണത്തിൽ. ദില്ലിയിലെ CJP സമരത്തിന് പിന്തുണ നൽകിയ കോൺഗ്രസിന് സ്വന്തം സർക്കാരിനെതിരെ നടക്കുന്ന സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വെല്ലുവിളിയായിരുന്നു. CJP സമരത്തിന് പിന്നാലെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ BJP ഉന്നയിച്ച വിഷയവും ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥി സമരമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. സമരം വിജയം നേടിയ ശേഷം വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് മർദ്ദനം ഉൾപ്പെടെ ഉയർത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് രാഹുലായിരുന്നു. മാത്രവുമല്ല, ഛാത്രോം കി ഗൂഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥികളുമായി സംസ്ഥാനങ്ങളിൽ നടത്തിയ സംവാദ പരിപാടിയിൽ രാഹുൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളുമായിരുന്നു. ആ രാഹുൽ ജാർഖണ്ഡിൽ ആർക്കൊപ്പം എന്ന ചോദ്യം പ്രസക്തമായി മാറി. പലതവണ വിദ്യാർത്ഥികളുമായി സർക്കാർ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ അത് ബുദ്ധിമുട്ടിലാക്കിയത് രാഹുലിനെ തന്നെയാണ്. ഒടുവിൽ സഹികെട്ട് ഇന്നലെ രാഹുൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് കത്തെഴുതി തന്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളെ കേൾക്കണമെന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണണമെന്നുമാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. കോൺഗ്രസിന്റെ കൂടി സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും അതിനാൽ വിദ്യാർത്ഥികളെ കേൾക്കേണ്ട ബാധ്യത ആ ഭരണകൂടത്തിനുണ്ടെന്നുമുള്ള കൃത്യമായ നിലപാടാണ് ആ കത്തിലൂടെ രാജ്യം കണ്ടത്. സംസ്ഥാനത്ത് JMM-ഉമായുള്ള കോൺഗ്രസിന്റെ സഖ്യം അത്ര സുഖകരമല്ല എന്നത് പകൽ പോലെ സത്യമാണ്. അവിടെയാണ് മറ്റ് നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്വന്തം സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കടുപ്പിച്ചൊരു നിലപാടിന് രാഹുൽ തയ്യാറായത്. സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത പോലും രാഹുൽ അറിയിച്ചോ എന്നത് ആ കത്തിനു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തീരുമാനമെടുത്തതിലൂടെ സംശയമായി ഉയരുന്നുമുണ്ട്. ഒടുവിൽ രാഹുൽ വടിയെടുത്തപ്പോൾ സോറന് വഴങ്ങേണ്ടി വന്നു എന്ന് കാണാം. ഇതോടെ സംസ്ഥാനത്ത് ഇന്ത്യ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾക്ക് മൂർച്ചകൂട്ടാൻ കാത്തിരുന്ന BJP-ക്ക് കൂടിയാണ് കനത്ത തിരിച്ചടിയായത്. ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾക്കൊപ്പമാണ് താനെന്ന് തെളിയിക്കേണ്ട ബാധ്യത രാഹുലിന് ഉണ്ടായിരുന്നു. വൈകിയാണെങ്കിലും അത് ചെയ്യുന്നതാണ് ഇന്നലെ കണ്ടത്. അതേ ദിവസം തന്നെ സമരം ഒത്തുതീർപ്പായത് രാഹുലിനും ക്രെഡിറ്റ് നൽകുന്ന ഘടകമായിട്ടുണ്ട്.